20 മിനിറ്റ് കഴിഞ്ഞാൽ പ്ലാനിംഗ് ബോർഡ് ആരംഭിക്കുകയാണ്. ധനമന്ത്രിക്ക് അവിടെ ലേറ്റ് ആവാൻ പറ്റും. ഓണം ആയതുകൊണ്ട് അവിചാരിതമായിട്ടുള്ളൊരു മീറ്റിംഗ് കാലത്ത് വന്ന് കയറി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നാൽ അത് ഒഴിവാക്കാൻ പറ്റുന്നത്. ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നില്ല. എന്റെ ശ്രദ്ധ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കാലത്ത് തന്നെ യോഗമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റിൽ കൂടെ സംസാരിക്കുന്നില്ല, പോയേ പറ്റൂ. ഡയറക്ട് മാർക്കറ്റിംഗ് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം. സാധാരണഗതിയിൽ ഉൽപ്പന്നം കടകളിലൂടെ അതിലൊരു ചെയിനുണ്ട്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഉപഭോക്താവ്. നാൾക്ക് നാൾ ഇതിന്റെ ചെലവ് വർദ്ധിച്ചു വരിക. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക സമ്പദ്ഘടനയിൽ. എന്താ ആധുനിക സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉത്പാദനം നടത്തുന്നവര് വലിയ കമ്പനികളാണ്, ചെറിയ കമ്പനികളാണ്. ഓരോ മേഖലയിലും 2-3 കമ്പനികൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഉത്പാദനത്തിന്റെ 70-80% കുത്തക എന്നൊക്കെ നമ്മൾ പറയും. ഇത് വരുന്നതോടുകൂടി പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക നിയമങ്ങൾ പ്രാവർത്തികമല്ലാതെ വരും. ഞങ്ങൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് വില എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സപ്ലൈ കൂടുകയാണെങ്കിൽ വില കുറയും, ഡിമാൻഡ് കൂടുകയാണെങ്കിൽ വില കൂടും. പക്ഷേ എന്തുകൊണ്ട് എങ്ങനെ വരുന്നത്? ഡിമാൻഡ് കൂടുതലുണ്ട്, അപ്പൊ ഒരുപാട് ആൾക്കാർ വിൽക്കാനുണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ മത്സരിക്കും, അപ്പൊ വില കുറക്കും. സപ്ലൈ കൂടുതലുണ്ട്, വില കൂടും. സപ്ലൈ കൂടുതലുണ്ട്, അത് വിൽക്കാനായിട്ട് എല്ലാവർക്കും ധൃതിയാണ്, അപ്പൊ വില കുറയ്ക്കും. പക്ഷെ ഇത് 2-3 പേരോ ഉള്ളെങ്കിലോ വേണോ അവരുടെ നിന്ന് മേടിക്കണം. നിങ്ങൾക്ക് ഡിമാൻഡ് ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഡിമാൻഡ് ഇല്ലെങ്കിൽ അവരുടെ ഉത്പാദനം കുറക്കും, പക്ഷെ വില കുറയ്ക്കില്ല. പക്ഷെ മത്സരം നടക്കുന്നത് എങ്ങനെയാണ്? വില കുറച്ചുകൊണ്ടല്ല അന്യോന്യം മത്സരിക്കുക, മറിച്ച് സെല്ലിംഗ് കോസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. കൂടുതൽ അഡ്വർടൈസ്മെന്റ്, പരസ്യം, ആകർഷമായ ഓഫറുകൾ, അത് ഇത്. സോ ഇഫ് യു ടേക്ക് എനി കൺസ്യൂമർ പ്രൊഡക്റ്റ് ടുഡേ, ഒരു 30-40% അപ്പുറം വരില്ല അതിന് ഉത്പാദിച്ചത്. റെസ്റ്റ് ഈസ് ഓൾ സെല്ലിംഗ് എക്സ്പെൻഡിച്ചർ. സച്ചിൻ തെണ്ടുൽക്കർ ഒരു ബ്രാൻഡ് അംബാസഡറായി that is a modern economy. But ultimately ആരാ ഇതിന്റെ ഭാരം വഹിക്കുക? So this is the nature of the modern economy. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് റെലവന്റ് ആയിട്ട് മാറും. ഞാനിപ്പോ അതിലെല്ലാ മാർക്കറ്റിംഗ് രീതികളും ഫെയർ ട്രേഡ് അറിഞ്ഞോ എനിക്കറിയത്തില്ല, ബട്ട് അതിൽ എത്തിക്കൽ സാധനമാണ്. ഇതിന് വില കൂടുതലായിരിക്കും വിൽക്കണത്. പക്ഷെ ഇത് ലേബർ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് എൻവയറൺമെന്റലി ഫ്രണ്ട്ലി വേയിലാണ് എന്ന് ഉറപ്പ് നൽകുമ്പോൾ ഞാൻ ഉപഭോക്താവ് നിലയിൽ വില കൊടുക്കാൻ തയ്യാറാണ്. ബിക്കോസ് ഐ സപ്പോർട്ട് ദാറ്റ് ഇനീഷ്യേറ്റീവ്. അപ്പൊ അതാണ് ഫെയർ ട്രേഡ്. ഇന്ന് ലോകത്ത് ഫെയർ ട്രേഡ് ഇസ് ബിക്കമിംഗ് ഇമ്പോർട്ടന്റ് ഇൻ മെനി വേസ്. അടുത്ത കാലത്ത് വി ആർ ട്രൈങ് ടു ബ്രാൻഡ് വയനാട് കോഫി. അപ്പൊ വയനാട് കോഫിക്ക് ബ്രാൻഡ് ചെയ്യണമെങ്കിൽ അതിന് പരസ്യം കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മേക്ക് വയനാട് ഇൻടു സീറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ഡിസ്ട്രിക്ട്. മരങ്ങള് കാർബൺ ഡയോക്സൈഡ് ഒക്കെ വലിച്ചെടുക്കും. അപ്പൊ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാർബൺ ഡയോക്സൈഡ് അത്രയും നോക്കിയാൽ അനുസരിച്ച് മരം നല്ലതാണ് ഈ പറഞ്ഞ വിദ്യ. ഈ കാർബൺ ഡയോക്സൈഡ് കുറക്കാനും ശ്രമിക്കാം. നമുക്ക് അങ്ങനെ ആക്കാൻ കഴിഞ്ഞാൽ വയനാട് വിൽ ബി നോൺ ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ആ വയനാടിന്റെ കാഫി വിച്ച് ഇസ് ഗ്രോൺ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീസ്, ആ എന്റെ ഗുണമഹിമകളൊക്കെ അത് നമുക്ക് വിൽക്കാൻ പറ്റും. വിൽക്കുന്നതിന് വി ആർ ഗോയിങ് ടു യൂസ് ഫെയർ ട്രേഡ് ചാനൽസ്. We are not going to go into big advertisement campaign.
അപ്പൊ അതുപോലെ തന്നെ ഈ മൾട്ടിമീഡിയ ഡയറക്ട് മാർക്കറ്റിംഗ് ഒരു വളരെ ഫലപ്രദമാണ്. സെല്ലിംഗ് എനിക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് എന്റെ നികുതി കിട്ടുന്നില്ല. Otherwise, I have nothing. I am all for it. I am all for it. See, there is another concern. നിങ്ങളുടെ കമ്പനികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതല്ല. It should never be a Ponzi game. എന്താ Ponzi game വെച്ചാൽ ഇത് നെവർ എൻഡിങ് എക്സ്പാൻഷൻ ഓഫ് ട്രേഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നതെങ്കിൽ then it is a problem. കാരണം okay, somewhere the chain will break, money chain പോലെ. അപ്പൊ പോൺസി ഗെയിമിന്റെ രീതിയിലാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചില നിയന്ത്രണങ്ങൾ അത് നികുതിക്കാതെ ചെയ്യുന്നതല്ല. വേറെ എന്താ നീതിന്യായ വിഭാഗം ചെയ്യുന്ന കാര്യം. നികുതിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ തീർന്നു. ഫസ്റ്റ് പോയിന്റ് നമ്മുടെ അപ്പം അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പരിശീലനമാണ്. പക്ഷേ you should start thinking ahead. And GST വരാൻ പോയി എന്താ GST വരുമ്പോഴുള്ള പ്രശ്നം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിർത്താം. ഒന്ന്, ഈ കോമ്പൗണ്ടിങ് ഉണ്ടാവും പറയാൻ പറ്റില്ല. GST ചിലപ്പോൾ കോമ്പൗണ്ടിങ് അനുവദിക്കത്തില്ല. ആ പ്രശ്നം അങ്ങനെ GST ചിലപ്പോൾ അനുവദിച്ചൊന്നും വരത്തില്ല, തീരുമാനമായിട്ടില്ല. പക്ഷെ സെക്കൻഡ് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ നിങ്ങളുടെ വാല്യൂ ചെയിൻ ആരംഭിക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് സെല്ലിംഗ് പോയിന്റിലാണ്. നാളെ എങ്ങനെയാവുന്നില്ല അല്ല. GST വെച്ചാൽ അങ്ങ് ബോംബെയിൽ ഉണ്ടാക്കിയെങ്കിൽ ബോംബെ മുതൽ തുടങ്ങും. അണ്ടർസ്റ്റാൻഡ്? ബോംബെ മുതൽ തുടങ്ങും. കേരളത്തിലെ വാറ്റ് സമ്പ്രദായം ഇപ്പൊ അതിർത്തിന്ന് ആരംഭിക്കുന്നത് ഇനി മുതൽ ബോംബെയിൽ നിന്ന് ആരംഭിക്കും. നമുക്ക് നട്ടൊന്നുമില്ല. ഇൻഷുറൻസ് ഓഫ് ടാക്സ് കംസ് ഡൗൺ ഓൺലി. നിങ്ങൾ അത് ബോംബെ പോലും ഇത് കൊടുക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ വില കുറയും. Now there's a challenge I want to place before you. Today, on any consumer product, average tax rate is 30 to 35. 16.5 excise tax, 14.5 VAT tax. Then there will be the incidence of advertisement, service tax, etc. to the proportion to which it has been used for production of the commodity. 30-35%. GST is coming. GST rate at worst can be 22%, and better case majority is 18%. So let's put it between 18 to 22%. I think it will settle down somewhere down at 20. Now, the tax rate is going to decline from 30 to 35 to 20 and around. Wonderful. Now, I raised this issue before the FICCI, ASOCHA, Theo, and so on. I said, can you guarantee me whether you will reduce the MRP price? They should. If you want to pass on the consumer the gain from the reduction of the tax. So Mr. Godrej said, competition will decide. I said, I don't believe in your competition. This world is different. It's a fake world. This is a competition. Just when VAT was introduced, there is no reduction of the price. Less than, like that, GST വരുമ്പോഴും ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ചാലഞ്ച് കൊടുക്കണം. ഡയറക്ട് മാർക്കറ്റിംഗില് വില കുറയും. സെല്ലിംഗ് കോസ്റ്റിൽ നിങ്ങൾ നിൽക്കുന്നവരല്ല. നിങ്ങളുടെ നിർവചനം അങ്ങനെ തന്നെയാണ്. And that will give you a big credit also. Looking forward to greater cooperation. I hope this today's training program will be very useful, and I promise we will be meeting further and exchanging ideas. Thank you. Thank you, sir. Which I help in the future also. Thank you very much. Thank you. We have one request to the Honorable Finance Minister, he being here. On behalf of Indus Viva,
I would like to tell him we are the Indus Viva is the only MLM company which is registered under the government of Kerala sales tax. And they paid a tax of 1 crore. I am talking on behalf of Indus Viva. Second point is there are few money laundering companies are acting in Kerala and they moved to Coimbatore. It came from the paper last week. So I strongly request our Honorable Finance Minister to take stern action through the sales tax authority to such money laundering activities in the state. That will help the common man. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വളരെയധികം തിരക്കുള്ളതുകൊണ്ട് സമയം വൈകിക്കുന്നില്ല. 50 പേരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും വെറും ഏതാനും ആളുകൾക്ക് മാത്രം മന്ത്രി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് മിസ്റ്റർ ഷംസുദ്ദീൻ സർ. Purple Diamond, Mr. Rasul Haris. Mr. Anish Varghese. Mr. Manoj Madhavan. Mr. Nishad. ഏതെങ്കിലും ഒന്ന് Last but not the least, Krishna Kumar. Last one more person, sir. And Mr. Om Prakash. Fighter.